ലോകം ഉറ്റുനോക്കുകയാണ് ഇസ്ലാമാബാദിൽ നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ച. ഇപ്പോൾ നമുക്കിപ്പം വിദേശകാര്യ വിദഗ്ധൻ താജ് ആലുവ കൂടി ചേരുകയാണ്. ശ്രീ താജ് ആലുവ, നമുക്കറിയാം, നേരത്തെ ശ്രീ MC നാസർ പറയുകയായിരുന്നു, ഒരു തരത്തിലും ഈ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകാതെ ഈ പറയുന്ന സംഘർഷത്തിന് അയവ് വരുന്ന തരത്തിലുള്ള എന്ത് ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കിപ്പോൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഹോർമുസ് കടലിടുക്ക് അത് പൂർണ്ണ തോതിൽ തുറക്കുക. നമ്മളെ വ്യാപാര വാണിജ്യ ഞരമ്പായി പ്രവർത്തിക്കുന്ന ഹോർമുസിലൂടെ കപ്പലുകൾ യഥേഷ്ടം പോവുകയും വരികയും ചെയ്യുക, അതൊന്ന്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷിതത്വമാണ്. സ്വാഭാവികമായും നമ്മളൊക്കെ നേരിട്ട് അനുഭവിക്കുന്ന പ്രയാസം കൂടിയാണല്ലോ അത്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാകാൻ ഈ ചർച്ചയുടെ റിസൾട്ട് അതിനെ ആശ്രയിച്ചിരിക്കും. ചർച്ചയുടെ അവസാനം എന്താണ് അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോകാതെ എങ്ങനെ ഈ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മഹേഷ്, അതായത് ഇപ്പൊ ഈ ചർച്ച നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിന്റെ ഒരു രീതി, ചർച്ചയുടെ ഒരു രീതി ഇപ്പോൾ സ്വാഭാവികമായും ഡയറക്റ്റ് ചർച്ചയിലേക്ക് ഇപ്പോൾ മാത്രമാണ് അമേരിക്കൻ ഇറാൻ ഡെലിഗേഷനുകൾ വന്നിട്ടുള്ളത്. പാകിസ്ഥാന്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അമേരിക്കയുടെ പ്രതിനിധികളും JD വാൻസ്, വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പ്രതിനിധി സംഘവും, അതുപോലെ തന്നെ ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ ഡെലിഗേഷനുമുള്ള ഒരു നേരിട്ടുള്ള ചർച്ച ഇപ്പോൾ അല്പം മുമ്പ് മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത്. അതിനു മുമ്പ് നടന്നിരുന്നത് ഈ പരസ്പരം മെസ്സേജുകൾ കൈമാറുക. പാകിസ്ഥാന്റെ പ്രതിനിധികൾ ഇറാന്റെ ഡെലിഗേഷനുമായി ആദ്യം സംസാരിക്കും, പിന്നീട് ആ മെസ്സേജ് അവർ അമേരിക്കൻ ഡെലിഗേഷന് കൊടുക്കും. അമേരിക്കൻ ഡെലിഗേഷനുമായിട്ടുള്ള അവരുടെ പ്രതി മെസ്സേജുകൾ തിരിച്ച് വീണ്ടും ഇറാന്റെ ഡെലിഗേഷന് കൊടുക്കും. അപ്പൊ സ്വാഭാവികം ഇത്തരം നേരിട്ടുള്ള ചർച്ചയിൽ മാത്രമാണ് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് ഈ സംഗതി എത്തുകയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള പരസ്പരമുള്ള പോയിന്റുകൾ, ഓരോരുത്തരും അവരവർ ഉന്നയിക്കുന്ന വാദങ്ങൾ പരസ്പരം കൈമാറുക മാത്രമാണ്. അപ്പോ ഈ പ്രക്രിയ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിട്ട് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഈ സീസ്ഫയർ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തലിനുള്ള സമ്മതം അറിയിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ മറ്റ് ഈ പ്രതിനിധി സഭയോട് അല്ലെങ്കിൽ പ്രതിനിധികളോട് പറഞ്ഞത്, പാകിസ്ഥാൻ പ്രതിനിധികളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇറാന്റെ 10 പോയിന്റുകൾ, ആ 10 പോയിന്റുകൾ വർക്കബിൾ ആണ് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധനകൾ, അതായത് അവരുടെ മേലുള്ള ഉപരോധം പിൻവലിക്കുക, അതുപോലെ തന്നെ അവരുടെ അസറ്റുകൾ, മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകൊടുക്കുക, അതുപോലെയുള്ള മറ്റ് തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം, അതുപോലെ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ചുള്ള ചർച്ചയെ ഇല്ലാതിരിക്കുമെങ്കിലും ധാരാളം ഡിമാൻഡുകൾ, 10 ഇന ഡിമാൻഡുകൾ ഇറാൻ വച്ചപ്പോ അതിന് വർക്കബിൾ ആയിക്കൊണ്ട്, അതായത് അത് ചർച്ചയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ബേസ് ആയിക്കൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സമ്മതിച്ചുകൊണ്ടാണ്, ട്രംപ് അത് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇറാനിയൻ ഡെലിഗേഷൻ ഇവിടെ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആ 10 ആവശ്യങ്ങളായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളത്. അതിലൊന്ന് ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നുള്ളതാണ്. പരിപൂർണമായും ഹോർമുസ് കടലിടുക്കിന്റെ അത് യുദ്ധത്തിന് മുമ്പ് ഏതൊരു അവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് പരിപൂർണമായും അത് മടങ്ങി വരിക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. രണ്ടാമത്തെ ആവശ്യം ഇറാന്റെ ആണവായുധ സമ്പുഷ്ടീകരണം. അത് ഒരു നിലക്കും അനുവദിക്കില്ല. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ പൂർണ്ണമായും നിർത്തിവെക്കണം. അതിന് അന്താരാഷ്ട്ര പരിശോധകരെ വരെ അനുവദിക്കണം. ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിലും ആഭിമുഖ്യത്തിലും ഈ പരിശോധന നടക്കണം. ഇറാൻ ആണവായുധ പദ്ധതി പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം. ഈ 2 സംഗതികൾ ഇറാൻ നേരത്തെ തന്നെ സമ്മതിച്ച സംഗതികളാണ്. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വശം. അതായത് ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ല. ഈ യുദ്ധം തുടങ്ങുമ്പോൾ അത് പൂർണ്ണമായിട്ടും തുറന്നു കിടക്കുകയായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്തേക്ക് പോകാൻ യാതൊരു പ്രശ്നവുമില്ല. ആണവായുധത്തെ കുറിച്ചുള്ള ചർച്ചയാകട്ടെ, നേരത്തെ നടന്ന ഈ ഫെബ്രുവരി 28 യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഒമാൻ വിദേശകാര്യമന്ത്രി വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചതാണ്, ഈ ചർച്ചയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയിൽ കാര്യമാത്ര പ്രസക്തമായ പുരോഗതി ഉണ്ടായിരിക്കുന്നു. ഇറാൻ ആണവായുധ പദ്ധതി നിർത്തിവെക്കുന്നു, അല്ലെങ്കിൽ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കില്ല എന്നുള്ളത് ഇറാന്റെ പ്രഖ്യാപിത നിലപാടാണ്. അതിന്
പരിപൂർണമായും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ ആ അർത്ഥത്തിൽ അവർ തയ്യാറാണ്. സമാധാന ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി, വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ആവശ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു യുറേനിയം സമ്പുഷ്ടീകരണം മാത്രമേ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ആണവ പദ്ധതി മാത്രമേ അവർക്കുള്ളൂ. അത് ഞങ്ങൾ സമ്മതിച്ചാണെന്ന് ഇറാനും പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ആവശ്യങ്ങൾ, അമേരിക്കയുടെ ഈ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന്